said that you've been lonely, makes you cold as ice. Hard to get to know me. Hello, welcome back to my channel. So this is a kind of day in my life as a crafter. ഇന്നത്തെ വർക്ക് ഒരു റിട്ടേൺ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. സോ ദ ഫസ്റ്റ് തിങ് ഇസ് പർച്ചേസ്. ഞാൻ ബൾക്കായിട്ടാണ് ക്രയോൺസ് എടുക്കാൻ വിചാരിച്ചത് ബിക്കോസ് ഇറ്റ്സ് മോർ അഫോർഡബിൾ. നമ്മൾ ഓരോ പീസായിട്ട് എടുക്കുന്നതിനേക്കാളും മോർ അഫോർഡബിളായിട്ട് ബൾക്കായിട്ട് എടുക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നെക്സ്റ്റ് ഇസ് പ്രിൻറ്റിങ്. ഞാൻ നോർമലി കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവരുടെ ഒരു തീം അനുസരിച്ചിട്ടാണ് എഡിറ്റ് ആക്കാറ്. ഞാൻ ഷോപ്പിൽ പോയിട്ട് എഡിറ്റിങ് അങ്ങനെ ചെയ്യൽ കുറവാണ് ബിക്കോസ് നമുക്ക് കൂടുതൽ നമ്മൾ തന്നെ എഡിറ്റ് ചെയ്ത് അവർക്ക് കസ്റ്റമേഴ്സിനെ ഓക്കെ ആക്കിയിട്ട് അത് പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഓൾസോ ഫോർ ദം. ദ ബേസിക് സ്റ്റെപ്സ് ആർ ഓവർ: പർച്ചേസ് ആൻഡ് പ്രിൻറ്റിങ്. ലെറ്റ്സ് മേക്ക് ദ റിട്ടേൺ ഗിഫ്റ്റ്. സ്റ്റിക്കർ ടൈപ്പ് പ്രിൻറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. 2 ഷീറ്റ്സിലായിട്ട് 50 പ്രിൻറ്റ്സാണ് എടുത്തിട്ടുള്ളത് ആൻഡ് ദ ഓർഡർ ഇസ് ഫോർ 41 പീസ്. എക്സ്ട്രാ കുറച്ച് പ്രിൻ്റ് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് പറ്റിയാൽ പെട്ടെന്ന് പോയിട്ട് ഷോപ്പിൽ പോയി പ്രിൻ്റ് എടുക്കാൻ ചിലപ്പം പറ്റില്ല. സോ എക്സ്ട്രാ എടുത്ത് വെച്ചാൽ അത് യൂസ്ഫുൾ ആവും. കസ്റ്റമറിൻ്റെ ചോയ്സ് ഒരു യൂണിക്കോൺ തീമായിരുന്നു. സോ ഫോട്ടോ വെച്ചിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ആഡ് ആക്കിയിട്ട് ഒരു യൂണിക്കോൺ തീമിലാണ് ഈ എഡിറ്റിംഗ് ചെയ്തത്. No way I'd let you say bye. You said there ain't no reason, but I'll sit here every day. ഇതുപോലെ സിംഗിൾ പീസസ് ആയി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ക്രയോൺ ബോക്സസിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിൽ കെയർഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്യുക. എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്യാൻ നോക്കണം. ബിക്കോസ് എയർ ബബിൾസ് കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇംപെർഫെക്ഷൻ പോലെ ഫീൽ ചെയ്യും. ഫസ്റ്റ് വൺ ചെയ്തതുപോലെ ബാക്കിയുള്ള ക്രയോൺസും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് ആൾക്കാർ DM ചെയ്തിട്ട് ചോദിക്കലുണ്ട് ഏത് ആപ്പിലാണ് എഡിറ്റിംഗ് ചെയ്യാറ്, ഏത് ആപ്പിലാണ് വീഡിയോസ് എഡിറ്റ് ആക്കാറെന്നൊക്കെ. ആൻഡ് ഞാൻ നോർമലി ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാറുള്ളത് ഫ്രെയിമിന് വേണ്ടിയിട്ട് ആൻഡ് ദിസ് കൈൻഡ് ഓഫ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യൽ ക്യാൻവ ആപ്പിലാണ്. ആൻഡ് വീഡിയോസ് ഞാൻ എപ്പോഴും ഒരേ ആപ്പിലാണ് ചെയ്യൽ, ഇൻഷോട്ടിൽ. ആൻഡ് VN ഇടയ്ക്ക് യൂസ് ആക്കും, ബട്ട് മോസ്റ്റ്ലി ഇൻഷോട്ടാണ് യൂസ് ആക്കാറുള്ളത്. ഇതുപോലെ സിസേഴ്സ് വെച്ച് കട്ടാക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കട്ടിങ് മെഷീനിൽ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ സിസേഴ്സ് വെച്ച് ചെയ്യണത്. ആൻഡ് ആരുടെയെങ്കിലും അതുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യണമായിരിക്കും കൂടുതൽ നല്ലത്. That you've been lonely, makes you cold as ice. Hard to get to know me, but better than the lights. No way I'd let you slip by. No way I'd let We are moving to the last step, packing. you say bye. You said there ain't no reason, but I'll sit here every day, waiting for the moment I won't feel like I should stay. No way Let's see the final look. I'd let you slip by.
For more tutorial videos, just comment below. I'd let you say bye. If you like my video, please do like and subscribe.